Hi friends, welcome back to the channel. ഏതാണ് ഏറ്റവും നല്ല ട്രേഡിംഗ് ആപ്ലിക്കേഷൻ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 ആപ്ലിക്കേഷൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രോ ആപ്പും സെറോദയും പിന്നെ അപ്സ്റ്റോക്സും ആണ്. പേടിക്കേണ്ട, ഇവരൊന്നും ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടില്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓവറോൾ യൂസർ ഇന്റർഫേസ് ആയിരിക്കും. അതിൽ വരുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എത്ര വേഗം ഓർഡർ പ്ലേസ് ആവും എന്നറിയാൻ വേണ്ടി നമ്മൾക്കൊരു സ്പീഡ് ടെസ്റ്റും കൂടെ നോക്കാം. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം, ഞാൻ 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഹോം പേജിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് സെൻസിറ്റീവ് ഡേറ്റ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ റെഡ്മി K20 Pro 6GB വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫോൺ റിലേറ്റഡ് ലാഗിങ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആപ്ലിക്കേഷൻ എല്ലാം അപ് ടു ഡേറ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് പോവാം. സെറോദയിൽ വാച്ച് ലിസ്റ്റ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ വാച്ച് ലിസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ 5 വാച്ച് ലിസ്റ്റ് ഉണ്ട്. എന്നാൽ 5 വാച്ച് ലിസ്റ്റ് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 6ാമത്തെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് വാച്ച് ലിസ്റ്റ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വാച്ച് ലിസ്റ്റിൻ്റെ പേരിൻ്റെ അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. സ്റ്റോക്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെർച്ച് ബാറിൽ പോയിട്ട് സ്റ്റോക്സ് ആഡ് ചെയ്യാം. ഗ്രോ ആപ്പിൻ്റെ വാച്ച് ലിസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ അവിടെ നോക്കിയാൽ കാണാം വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോക്സ് ആഡ് ചെയ്യണമെങ്കിൽ ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റോക്സ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു വാച്ച് ലിസ്റ്റും കൂടെ ഉണ്ട് തൊട്ട് സൈഡിൽ തന്നെ. അപ്പോൾ നമ്മൾ റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് പോകും. അതുപോലെ തന്നെ അവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. അപ്പോൾ ആ സെർച്ച് ബാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മ്യൂച്വൽ ഫണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ഓരോ വാച്ച് ലിസ്റ്റ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റ് പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വാച്ച് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഓൾറെഡി 10 ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് 11ാമത്തെ ഒരു വാച്ച് ലിസ്റ്റും കൂടെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. വാച്ച് ലിസ്റ്റിലേക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് സ്റ്റോക്സ് ആഡ് ചെയ്യാം. 3 ആപ്ലിക്കേഷനിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റോക്സ് ആഡ് ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ചും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റിയതും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയതും എനിക്ക് സെറോദയാണ്. സെറോദയിൽ 5 വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളെങ്കിലും അതിനെ ആക്സസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. 3 ആപ്ലിക്കേഷനും ബേസിക് ആയിട്ടുള്ള ഓർഡേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡെലിവറി ഓർഡറും ഇൻട്രാ ഡേ ഓർഡറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ടൈപ്സിലേക്ക് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഓർഡറും ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്, പിന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ 3 ആപ്ലിക്കേഷൻ്റെ സിമിലാരിറ്റി ഇവിടെ വെച്ച് നിൽക്കുകയാണ്. ഗ്രോ ആപ്പിൽ ഇത്ര ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഓർഡർ കോംപ്ലക്സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും സെറോദയിലും അപ്സ്റ്റോക്സിലാണ് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. സെറോദയിൽ റെഗുലർ ഓർഡർ ഉണ്ട്, കവർ ഓർഡർ ഉണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സും ഉണ്ട്. എന്നാൽ ബ്രാക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ടായിരുന്നു, അത് ടെമ്പററി ഡിസേബിൾ ചെയ്തേക്കാണ്. എന്നാൽ അപ്സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ റെഗുലർ ഓർഡറും കവർ ഓർഡറും പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഓർഡറും അല്ലെങ്കിൽ 1 ക്യാൻസൽസ് അതർ ഓർഡറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ OCO ഓർഡറിൻ്റെ അകത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓർഡറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഡർ വാലിഡിറ്റി നോക്കുകയാണെങ്കിൽ ഡേ ഓർഡറും IOC ഓർഡറും അപ്സ്റ്റോക്സും സെറോദയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IOC എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡറാണ്. പിന്നെ സെറോദയിൽ മാത്രമുള്ള ഓർഡേഴ്സ് ഉണ്ട്. അത് GTT ഓർഡർ, ബാസ്ക്കറ്റ് ഓർഡറും പിന്നെ SIP ഓർഡറും ഉണ്ട്. അപ്പോൾ GTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ടിൽ ട്രിഗർ എന്ന് പറഞ്ഞ ഓർഡേഴ്സാണ്. നോർമലി ഓരോ ഓർഡേഴ്സിൻ്റെ വാലിഡിറ്റി ആ ദിവസം അവസാനം വരെയാണ്. എന്നാൽ GTT ഓർഡർ ആണെങ്കിൽ നമുക്ക് എത്ര ഡേയ്സ് വേണമെങ്കിലും നമുക്ക് ഈ ഓർഡർ പെൻഡിങ്ങിൽ ഇടാം. അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ഓർഡേഴ്സിൽ നമുക്ക് മൾട്ടിപ്പിൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ, സൈമിൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ബാസ്ക്കറ്റ് ഓർഡർ. പിന്നെ SIP ഓർഡേഴ്സും കൂടെ ഉണ്ട്. SIP ഓർഡേഴ്സ് നമുക്ക് ഡെയിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലി നമുക്ക് ഇത്രയും സ്പെസിഫിക് സ്റ്റോക്സ് മേടിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റിൽ പെർച്ചേസ് ആവും. സോ അങ്ങനത്തെ ഓർഡർ ഫെസിലിറ്റീസും സെറോദ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചാർട്ട്സ് നോക്കാം. ഒരു ട്രേഡറിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് ചാർട്ട്സ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. 3 ആപ്ലിക്കേഷൻ്റെ ചാർട്ട്സ് നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാ ചാർട്ട്സും നല്ല സ്മൂത്താണ്, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ട്രെൻഡ് ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയൂ ഇതിലേതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അലേർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷനിലും ഞാനത് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അലേർട്ട്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കിയിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നോക്കിയിരിക്കാൻ പറ്റില്ല, നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അലേർട്ട്സ് വെച്ചിട്ട് ഓരോ പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആണ്.
സെറോദയിൽ അലേർട്ട്സ് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഏത് സ്റ്റോക്കിന് അലേർട്ടാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, അതിന് താഴേക്ക് പോകുമ്പോഴത്തേക്കും സെറ്റ് ആൻഡ് അലേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ആ ഫംഗ്ഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത് ആ അലേർട്ട് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. എന്നാൽ അത്ര തന്നെ എളുപ്പമാണ് നമുക്ക് അപ്സ്റ്റോക്സിൽ ഒരു അലേർട്ട് സെറ്റ് ചെയ്യാൻ. നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ വിൻഡോയിലേക്ക് പോകും. അപ്പോൾ മേളിൻ്റെ റൈറ്റ് സൈഡ് കോർണറിൽ സ്റ്റോക്കിൻ്റെ സിമ്പിൾ നമുക്ക് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് വിൻഡോയിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുക ആൻഡ് ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത് നമുക്കപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ഒരു അലേർട്ട് വരും. എന്നാൽ ഗ്രോ ആപ്പിലാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ കണ്ടില്ല. ബിക്കോസ് ചിലപ്പോൾ ഇത് പുതിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം അവർ ഈ ഫംഗ്ഷൻ ഇതുവരെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരു അലേർട്ട്സിൻ്റെ ഫംഗ്ഷൻ ഗ്രോ ആപ്പിൽ വരുന്നത്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഗ്രോ ആപ്പിൽ അലേർട്ട്സിൻ്റെ ഫംഗ്ഷൻ ഇല്ല. ഇനി വരുന്നൊരു കാര്യമാണ് മാർക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ മാർക്കറ്റ് ഡെപ്ത് നമുക്ക് ഓരോ പ്രൈസ് റേഞ്ചിൽ എത്രയധികം ഓർഡേഴ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മാർക്കറ്റ് ഡെപ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത് 5 മാർക്കറ്റ് ഡെപ്ത്സ് ആണ്. 5 റോയിലുള്ള മാർക്കറ്റ് ഡെപ്ത് ആണ് നോർമലി ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ബട്ട് സെറോദയിൽ മാത്രം നമുക്ക് 20 റോസ് കാണാൻ പറ്റും. അപ്പോൾ 20 റോവിൻ്റെ പ്രൈസ് റേഞ്ചിലുള്ള ഓർഡർ ക്വാണ്ടിറ്റിയും ഓർഡർ പ്രൈസും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് സെറോദ വഴി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ സെറോദനെ മാത്രം പൊക്കി പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സെറോദയിൽ തന്നെയാണ് കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ യൂസർ ഇൻ്റർഫേസിനെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ. ഇനി നമുക്ക് ബ്രോക്കറേജും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾക്ക് ആദ്യമേ ബ്രോക്കറേജ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. 3 ബ്രോക്കേഴ്സും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ബ്രോക്കറേജ് വളരെ മിനിമലാണ്. ഇക്വിറ്റി ഡെലിവറിയിലാണെങ്കിൽ സെറോദയും അപ്സ്റ്റോക്സും ഫ്രീ ആണ്. എന്നാൽ ഗ്രോ ആപ്പിലാണെങ്കിൽ 0.05%ലാണ് ഇക്വിറ്റി ഡെലിവറി ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻട്രാഡേ ബ്രോക്കറേജ് ആണെങ്കിൽ സെറോദയാണ് ഏറ്റവും ലോവസ്റ്റ്, 0.03%ലാണ്. ഗ്രോ ആപ്പിലും അപ്സ്റ്റോക്സിലും ഇൻട്രാഡേ ബ്രോക്കറേജ് 0.05%ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ 3 ബ്രോക്കേഴ്സും പെർ എക്സിക്യൂട്ടഡ് ഓർഡറിൽ മാക്സിമം ചാർജ് ചെയ്യുന്നത് 20 രൂപയാണ്. പിന്നെ ആനുവൽ മെയിൻ്റനൻസ് ചാർജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെറോദയിലും അപ്സ്റ്റോക്സിലും 300 രൂപ വെച്ചിട്ടാണ്. ഗ്രോ ആപ്പിലാണെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് വരുന്നില്ല. അപ്പോൾ 3 ബ്രോക്കേഴ്സിലും പലതരം ചാർജസ് ആണ്. റെഗുലറായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ സെറോദ ആയിരിക്കും കുറച്ചും കൂടെ പ്രിഫറബിൾ. പിന്നെ വല്ലപ്പോഴും ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫ്രീ AMC ഓഫർ ചെയ്യുന്ന ഗ്രോ ആപ്പ് ആയിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ. ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എത്ര വേഗം ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എത്ര വേഗം ഓർഡർ പ്ലേസ് ആവുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ 3 ആപ്ലിക്കേഷനിലും ലൈവായിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ആ സ്പീഡ് ടെസ്റ്റിൽ എങ്ങനെയാണ് ഗ്രോ ആപ്പും സെറോദയും പിന്നെ അപ്സ്റ്റോക്സും പെർഫോം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഐഡിയയുടെ 10 ഷെയറാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് 3 ആപ്ലിക്കേഷനിലും മാർക്കറ്റ് ഓർഡേഴ്സാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്സ്റ്റോക്സിൽ വെറും 7.98 സെക്കൻഡ്സ് എടുത്തോളൂ. എന്നാൽ സെറോദയിൽ 10.25 സെക്കൻഡ്സും ഗ്രോ ആപ്പിൽ 10.52 സെക്കൻഡ്സ്. അപ്സ്റ്റോക്സിൽ ലോഗിൻ പേജ് വരാത്തതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ ഓർഡേഴ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൽ ക്ലിയർ വിന്നർ അപ്സ്റ്റോക്സ് തന്നെയാണ്. എന്നാൽ ഈ മേടിച്ച ഷെയർസ് നമുക്ക് എത്ര വേഗം വിൽക്കാൻ പറ്റുമെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഷെയർസ് ഓൾറെഡി പർച്ചേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പോർട്ട്ഫോളിയോ എന്നായിരിക്കും നമ്മൾ സെല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോന്ന് നമുക്ക് മാർക്കറ്റ് ഓർഡേഴ്സ് തന്നെ പ്ലേസ് ചെയ്ത് സെല് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈമർ ആദ്യം മുതൽ സെറ്റ് ചെയ്യാം ആൻഡ് ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ട് മുതൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓ 5.36 സെക്കൻഡ്സിൽ തന്നെ അപ്സ്റ്റോക്സിൻ്റെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ്. എന്നാൽ സെറോദയും ഗ്രോ ആപ്പിലും ജസ്റ്റ് ബിലോ 7 സെക്കൻഡ്സ് ആണ്. നമുക്ക് ഡ്രോ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇതിലും വേഗത്തിൽ നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഞാനത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ. സെറോദയും അപ്സ്റ്റോക്സും കൂടുതൽ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രോ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 ആപ്ലിക്കേഷനിലും പല അഡ്വാൻറ്റേജസും പല ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് പ്രിഫർ ചെയ്യുന്നത് അതെൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.